ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ അരിയൊക്കെ കുതിർക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് നോക്കുക. അതിനായിട്ട് പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടി ഒരു 1/2 കപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കട്ടകളില്ലാതെ ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓൺ ആക്കിയിട്ട് നമുക്കത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് കുറുക്കിയെടുക്കണം. കപ്പി അരച്ചെടുക്കുക എന്ന് പറയും, അങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ അതൊരു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്ത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് അത് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 4 ടീസ്പൂണോളം നിറയെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ കറക്റ്റ് ഉപയോഗിക്കുക, എന്നാലാണ് നമ്മുടെ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നീട് ഒരു 1/4 ടീസ്പൂണോളം തന്നെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ 1 കപ്പ് തേങ്ങ വേണമെങ്കിൽ ചേർത്തിട്ട് വെള്ളം വെച്ച് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങാപ്പാലിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു 1/4 ഭാഗം വെച്ചിട്ട് 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മുടെ അപ്പത്തിന് കിട്ടും. എന്നിട്ട് അത് അടിച്ചു വെച്ചത് മാറ്റി വെച്ചതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് വറുത്ത അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് നിറയെ ഒഴിച്ചു. പിന്നെ ഇവിടെ 1 കപ്പിൻ്റെ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കാം കേട്ടോ. അപ്പോൾ ചില അരിപ്പൊടികളാണെങ്കിൽ എനിക്ക് 2 കപ്പ് വെള്ളം തന്നെ ആവശ്യമായിട്ട് വരാറുണ്ട്. പക്ഷേ ഈ അരിപ്പൊടി ആയതുകൊണ്ട് ഒരു 1.5 കപ്പ് ടോട്ടൽ വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയുടെ അളവനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ആ കപ്പി കാച്ചിത് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ആ ഒരു മിക്സിയുടെ ജാർ ഒന്ന് കുലുക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ 1.5 കപ്പ് വെള്ളവും 1.5 കപ്പ് തേങ്ങാപ്പാലുമാണ് ആവശ്യമായി വന്നിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ അപ്പത്തിൻ്റെ മാവിന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ ധാരാളമാണ് കേട്ടോ. പിന്നീട് നല്ല പുതിയ ഈസ്റ്റ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് സമയത്തിന് പൊന്തി കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്തപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, അപ്പമൊക്കെ നന്നായിട്ട് പതച്ച് പൊന്തി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിട്ട് അത് ചൂടാവുമ്പോൾ നമുക്ക് എത്രയാണോ വലുപ്പം അത്രത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ചുറ്റിച്ചെടുക്കുക. ചുറ്റിച്ചെടുത്തിട്ട് ആദ്യത്തെ ആ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുക. പിന്നീട് കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഈസ്റ്റ് പുതിയതായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 1 മണിക്കൂറൊക്കെ ധാരാളം തന്നെയാണ്. പക്ഷെ അതില്ലാത്ത എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ മാത്രമേ നമുക്കൊരു 2-3 മണിക്കൂർ എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ അപ്പങ്ങളും ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. എല്ലാ കറിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു, ബൈ.